കണ്ണൂർ കോഴിക്കോട് ജില്ലകളുടെ അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് പെരിങ്ങത്തൂർ. ആ പെരിങ്ങത്തൂരിന് വളരെ കാലം തൊട്ട് തന്നെ ഇസ്ലാമികമായ പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ചരിത്രമുണ്ട്. ഹിജ്റ 209 ഇറാഖിൽ നിന്നും അലിയുൽ കൂഫി എന്നൊരു മഹാൻ ഈ പ്രദേശത്തേക്ക് എത്തുകയാണ്. കനകമല എന്ന ഒരു മലപ്രദേശത്ത് ഒരു ഗുഹയോടടുത്ത് അദ്ദേഹം താമസമാക്കുന്നു. പിന്നീട് അദ്ദേഹം ഈ പെരിങ്ങത്തൂർ, ഇന്നത്തെ പെരിങ്ങത്തൂർ അങ്ങാടിയിൽ ഒരു പള്ളി എടുക്കുന്നു. ഇന്നും എനിക്ക് പിറകിൽ കാണുന്ന ഈ ഒരു പള്ളി അന്ന് പണിത അതേ പള്ളിയുടെ മാതൃകയിൽ പുതുക്കി സംരക്ഷിച്ചുകൊണ്ട് ഇന്നാട്ടുകാർ മുന്നോട്ട് പോകുന്നു. ഈ പെരിങ്ങത്തൂർ ഇന്നത്തെ പെരിങ്ങത്തൂർ ആയതിന് പിറകിൽ അദ്ദേഹത്തിൻ്റെ ഈ പെരിങ്ങത്തൂരിലേക്കുള്ള വരവും ചരിത്രവും വർത്തമാനവും അതിനുശേഷമുണ്ടായ സാംസ്കാരികമായ ഇവരുടെ ഉന്നതിയുമൊക്കെയുണ്ട്. എന്താണ് പെരിങ്ങത്തൂരുകാർക്ക് പറയാനുള്ളത്? എന്താണ് ഈ പള്ളിയുടെയും ഇസ്ലാമിക പാരമ്പര്യത്തിൻ്റെയും മഹത്തായ ചരിത്രമെന്നാണ് സുപ്രഭാതം കാരവൻ യാത്രയിലെ 1ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്ക് നേരെ ഈ പള്ളിയുടെ കാഴ്ചകളിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ ഈ പള്ളിയുടെ അകത്തളത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ ഒരു പള്ളിയെ സംബന്ധിച്ച് 1200 വർഷത്തിലധികം പഴക്കമുണ്ട് ഈ പള്ളിക്ക് എന്നാണ് പറയപ്പെടുന്നത്. എന്ന് വെച്ചാൽ മലബാറിലെ തന്നെ പുരാതനമായ പള്ളികളിൽ ആദ്യ 10 ഇടം പിടിക്കുന്നൊരു പള്ളിയാണ് ഇത് എന്നുള്ളതാണ്. ചരിത്രപരമായ രേഖകളോ മറ്റോ ഇപ്പോൾ ലഭ്യമാണോ എന്ന് ചോദിച്ചാൽ ഇത് പറയപ്പെട്ടു പോരുന്ന പല കാര്യങ്ങളുടെയും വസ്തുതകളിൽ എങ്ങനെയാണോ ആ രീതിയിൽ കടന്നു വരുന്ന ഒരു ചരിത്രമാണ് ഈ പള്ളിക്കുള്ളത്. ഇതേ സംബന്ധിച്ച് കൂടുതൽ പറയാൻ കഴിയുക ഈ പള്ളിയിലെ ഉസ്താദുണ്ട്, അതോടൊപ്പം തന്നെ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരുമൊക്കെയുണ്ട്. ഉസ്താദെ, ഈ ഒരു പള്ളി അല്ലെങ്കിൽ അലിയുൽ കൂഫി ഇവിടെ വരുന്നു, കനകമലയിൽ താമസമാക്കുന്നു, അതിനുശേഷം ഇവിടേക്കൊരു പള്ളി പണിയുകയാണ്. ഈ പെരിങ്ങത്തൂരായത് അദ്ദേഹത്തിൻ്റെ ഒരു വരവോട് കൂടിയിട്ടാണ് എന്നാണ് ഈ നാട്ടുകാർ തന്നെ പറയുന്നൊരു കാര്യം. 10-30 വർഷം ഈ ഒരു പള്ളിയിൽ ഇമാമായി ജോലി ചെയ്യുന്ന ഉസ്താദിന് എങ്ങനെയാണ് ആ ബോധ്യം? പെരിങ്ങത്തൂർ പള്ളി വളരെ പുരാതനമായൊരു പള്ളിയാണ്. ഷെയ്ഖ് അലിയുൽ കൂഫി തങ്ങളാണ് ഈ പള്ളി സ്ഥാപിച്ചത്. മഹാനുള്ള വരവോടുകൂടിയാണ് പെരിങ്ങത്തൂർ അറിയപ്പെടാൻ തുടങ്ങിയത്, ഈ നാട് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ഈ നാട്ടിലെ എല്ലാ പുരോഗതിക്കും അടിസ്ഥാനം തങ്ങളാണ്. തങ്ങൾ വന്നതിന് മുതലാണ് നാടിൻ്റെ എല്ലാവിധ പുരോഗതിയും മാറ്റങ്ങളും അഭിവൃദ്ധിയുമെല്ലാം മഹാനൂരിലൂടെ ഉണ്ടായതാണ്. ഇസ്ലാമിക പ്രബോധനത്തിൽ വന്നതാണ്. ഈ നാട്ടിൽ ധാരാളം മുസ്ലിങ്ങൾ ഉണ്ടായതും മഹാനൂറുകൾ കൊണ്ടാണ്. അവരാണ് ഇവിടെ ഇസ്ലാമതം പ്രചരിപ്പിച്ചതും വളർത്തിക്കൊണ്ടതും മഹാനവറുകളാണ്. പെരിങ്ങത്തൂർ ജുമായത്ത് പള്ളി മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖ് അലിയുൽ കൂഫി തങ്ങൾ ഹിജ്റ 200 ഇവിടെ വന്നത് എന്ന് പറയപ്പെടുന്നു. ദീനി പ്രചരണാർത്ഥം അറേബ്യയിൽ നിന്നും പല സ്ഥലങ്ങളിലേക്കും ആളുകൾ പോയിട്ടുണ്ട്. അദ്ദേഹം അന്ന് കേരളവുമായി ബന്ധപ്പെട്ട കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ട കൂഫയിൽ നിന്നും ഇവിടെ വരുന്ന കച്ചവടക്കാരുമായി അദ്ദേഹം ബന്ധപ്പെടുകയും അങ്ങനെ കേരളത്തിലെ മനോഹരമായ നല്ല ഒരു പ്രദേശമാണ് കേരളമെന്നും അവിടെ ദീനി പ്രചരണത്തിന് പോകണമെന്നുള്ള ആശയം അദ്ദേഹത്തിന് ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പെരിങ്ങത്തൂരിൽ എത്തിച്ചേരുകയും ചെയ്തത്. അദ്ദേഹം ആദ്യം വരുന്ന കാലത്ത് ഇവിടെ മുസ്ലിങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തെ സ്വീകരിച്ചത് ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു. അദ്ദേഹം ആസ്ഥാനമായി കനകമലയുടെ മുകളിൽ ഒരു ഗുഹയിലായിരുന്നു അദ്ദേഹം ആസ്ഥാനമായി സ്വീകരിച്ചത്. അവിടെ അദ്ദേഹം ഇരുന്നില്ല. അദ്ദേഹം നാട്ടിലേക്ക് ഇറങ്ങുകയും അതേപോലെ ആളുകളുമായി ബന്ധപ്പെട്ട് ഭാഷ മനസ്സിലാക്കിയതിന് ശേഷം അള്ളാഹുവിനെ സംബന്ധിച്ച്, നബി തിരുമേനിയെ സംബന്ധിച്ച്, ഇസ്ലാം ദീനിനെ സംബന്ധിച്ചൊക്കെ ജനങ്ങളെ ബോധവൽക്കരിച്ചു. ആ കാലത്ത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടമായിരുന്നത്. ജാതി വ്യവസ്ഥ പ്രകാരം ഇസ്ലാമിൽ എല്ലാവരും തുല്യരാണെന്നും യാതൊരുവിധ വിവേചനവും ആർക്കുമില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രബോധനം ആളുകൾ ഉൾക്കൊള്ളുകയും ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് ആകർഷിക്കുകയും ചെയ്തു എന്നുള്ള വസ്തുത. എന്ന് മാത്രമല്ല, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പല സിദ്ധികളും ആത്മസിദ്ധി കൊണ്ട് അദ്ദേഹം പല അത്ഭുത സിദ്ധികൾ തന്നെ അദ്ദേഹം കാണിച്ചിരുന്നതിൽ ഒന്നാണ് മാറാരോഗങ്ങൾ സുഖപ്പെടുത്തുക എന്നുള്ളത്. അന്നത്തെ നാട്ടുപ്രമാണിയുടെ മകളുടെ മാറാരോഗം സുഖപ്പെടുത്തി അദ്ദേഹമാണ് സുഖപ്പെടുത്തി കൊടുത്തത് ദിവ്യ ചികിത്സ കൊണ്ട്. ആ ചികിത്സ കൊണ്ട് മാറിയപ്പോൾ അവർ എന്തെങ്കിലും പ്രതിഫലം
തങ്ങൾക്ക് കൊടുക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി രാജാവ് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്കൊന്നും നിങ്ങൾ തരണ്ട, എനിക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു ഭവനം ഇവിടെ നിർമ്മിക്കണം, പള്ളി നിർമ്മിക്കണം, അതിന് വേണ്ടിയ സൗകര്യം നിങ്ങൾ ചെയ്തു തരണമെന്നാണ്. അദ്ദേഹം തൻ്റെ ആൾക്കാരുമാരൊക്കെ കൂടിയാലിച്ചു. പെരിങ്ങത്തൂർ ഇന്ന് സ്ഥിതി ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലം ഉൾപ്പെടെ വിശാലമായ സ്ഥലം അദ്ദേഹം പള്ളി നിർമ്മിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും ആ ഹിന്ദു സഹോദരന്മാരുടെയും അന്ന് ഇസ്ലാം മതം സ്വീകരിച്ച ആളുകളുടെയൊക്കെ കൂട്ടായ ശ്രമത്തോടു കൂടി പള്ളി നിർമ്മിക്കുകയും ചെയ്തു. ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് പെരിങ്ങത്തൂരിൽ ഈ ഒരു ബ്രാഹ്മണ കുടുംബമാണ്. ആ കുടുംബമാണ് ഈ ഏരിയയിലെ ഹിന്ദു ആരാധനാലയ കർമ്മങ്ങൾ നിർവഹിച്ചു വന്നത്. അവരാണ് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തത്. അവരുടെ സ്വത്തുക്കൾ മുഴുവനും ഈ പള്ളിക്ക് വേണ്ടി ദാനം ചെയ്യുകയും അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. അവരാണ് പിൽക്കാലത്ത് പള്ളിയുടെ ഖാദി സ്ഥാനം വഹിച്ചത്. ആ ഖാദിമാരാണ് പിന്നീട് ഏകദേശം 1100 കാലത്തോളം തലമുറയായി പള്ളിയുടെ ദൈനംദിന കാര്യങ്ങൾ നിർവഹിച്ചു വന്നത്. ബഹുമാനപ്പെട്ട അലി കുഫി തങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ഇസ്ലാമിക സന്ദേശം. എല്ലാ മനുഷ്യരും ഒന്നാണ്, പരസ്പരം സ്നേഹിക്കേണ്ടവരും പരസ്പരം ബഹുമാനിക്കേണ്ടവരും ആദരിക്കേണ്ടവരാണെന്നുള്ള ബോധം, ഏക ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം ആളുകളെ ആകർഷിച്ചു. ആ ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് പെരിങ്ങത്തൂർ സംബന്ധിച്ചിടത്തോളം പെരിങ്ങത്തൂർ പള്ളി നിർമ്മിക്കാനുള്ള എല്ലാ സൗകര്യവും അത് ചെയ്തു കൊടുത്തത്. അന്നത്തെ കാലത്ത് പള്ളിയും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഒക്കെ നിർമ്മിച്ചിരുന്ന ഒരേ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. പലപ്പോഴും ഇതിൻ്റെ ആകൃതിയൊക്കെ ഒരേ രൂപത്തിലായിരിക്കും, മേൽക്കൂരയും ഒക്കെ ഒരേ രൂപത്തിലുണ്ടായിരുന്നത്. ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ ഉള്ളത് കേരളത്തിലെ ചില പള്ളികൾ അമ്പലം പള്ളികളാക്കി എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അതൊരിക്കലും ശരിയല്ല. ഒരു അമ്പലവും പള്ളിയായി ഉപയോഗിക്കാൻ കഴിയില്ല. കാരണം ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് പൂജാരി നിൽക്കാനുള്ള സ്ഥലവും അവരുടെ ബിംബം വെക്കേണ്ട സ്ഥലവുമാണ്. ബാക്കി ആൾക്കാർക്ക് മുഴുവൻ പുറത്ത് നിന്ന് ക്യൂ ആയി നിന്ന് ആരാധിച്ച് പോവുക, തൊഴുത് പോവുക ചെയ്യുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പള്ളിക്ക് ഇതൊന്നും പോരാ. പള്ളിക്ക് വിശാലമായ ഹാൾ വേണം, ജുമാ നടക്കണം, ദർസ് നടക്കണം, വയൽ നടക്കണം, വിശാലമായ ഹാളായിരിക്കും. ആ അർത്ഥത്തിൽ പറഞ്ഞാൽ തന്നെ ഒരൊറ്റ അമ്പലവും അതേ തനി രൂപത്തിൽ പള്ളിയാക്കാൻ കഴിയില്ല. അപ്പോൾ ഈ പ്രചരണം തെറ്റാണ്. ഈ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പേ പ്രചരിപ്പിക്കേണ്ടതായിരുന്നു. പെരിങ്ങത്തൂർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നും പറയുന്നു, വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്തു തന്നതും അവിടെ പള്ളി നിർമ്മിക്കാൻ വേണ്ടുന്ന എല്ലാ സഹായം ചെയ്തത് അന്നത്തെ കാലത്തെ ഹിന്ദുക്കളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആ സാഹോദര്യം ഇന്നും പെരിങ്ങത്തൂരിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു മുസ്ലിം ഐക്യവും സാഹോദര്യവും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് അടുത്ത കാലത്ത് തലശ്ശേരി കലാപം ഉണ്ടായപ്പോൾ പെരിങ്ങത്തൂർ ഭാഗത്ത് അത് പ്രതിഫലിച്ചില്ല. എന്നിലേറെ രാഷ്ട്രീയ സംഘർഷങ്ങൾ ചുറ്റുപാടും നാദാപരവും ബാനവും ഒക്കെ ഉണ്ടായപ്പോൾ അതൊന്നും പെരിങ്ങത്തൂർ സംഭവിക്കാറില്ല. ഇവിടെ എല്ലാ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യത്തോടു കൂടി യോജിപ്പോടു കൂടിയാണ് ഇവിടെ കഴിഞ്ഞു വരുന്നത്. എന്ന് മാത്രമല്ല ഇവിടെയുള്ള ഹിന്ദു സഹോദരന്മാർ വളരെ ആദരവോടും ബഹുമാനത്തോടു കൂടിയാണ് ബഹുമാനപ്പെട്ട അലി കുഫി തങ്ങൾ അവരുകളെ കാണുന്നത്. അവർ പലപ്പോഴും അവർ സന്ദർശിക്കാനൊക്കെ വരാറുണ്ട്. നേർച്ചയായി സംഭാവനകൾ പള്ളിക്ക് അവർ കൊടുക്കാറുണ്ട്. ഇന്നും പെരിങ്ങത്തൂരിൽ ഈ ഐക്യവും സാഹോദര്യം നിലനിൽക്കുന്നത് അലി കുഫി തങ്ങളുടെ മഹത്വം കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ ദൗത്യം, ഈ പ്രകാശം കേരളത്തിലെ എല്ലാ സ്ഥലത്തും വ്യാപിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ ഷേഖ് വന്നതിന് ശേഷം ഇവിടെ ദാവാരികൾ, അത് ശരിയാണ്, ദാവാരികൾ അയാൾ ചരിത്രത്തിൽ പറഞ്ഞു, ദാവാരികൾ എന്നൊരു വർഗ്ഗം ഇവിടെ ഉണ്ടായിരുന്നു. അത് ഈ ആര്യവംശത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ ദാവാരികൾ. ദാവാരികൾ എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രത്യേക വർഗ്ഗ, ഈ ആ വർഗത്തിൻ്റെ അംശമൊന്നും ഇപ്പം ഇല്ല, ദാവാരി വർഗം. അപ്പോൾ അവർ ഉയർന്ന ജാതിക്കാരാണ്. അപ്പോൾ അവരുടെ ഇടയിലേക്കാണ് അൽ കുഫി വരുന്നത്. ഇടയിലേക്കല്ല. അപ്പോൾ കനകമലയിൽ ഇങ്ങനെ സൂഫി പര്യനുണ്ടെന്ന് പറഞ്ഞിട്ട് സന്ദർശിക്കാൻ പോയതൊക്കെ അധികവും ഈ ദാവാരി വർഗത്തിൽപ്പെട്ട ആൾക്കാർ. അപ്പോൾ അങ്ങനെ അൽ കുഫിയുടെ ജീവിതം വ്യക്തമായി കാണാനും കേൾക്കാനും ദർശിക്കാനും കഴിഞ്ഞു ഈ ദാവാരികൾ. അദ്ദേഹത്തിൻ്റെ മഹത്വം ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്. അന്നത്തെ ഈ ദാവാരികളുടെ ഒരു മൂപ്പനുണ്ടായിരുന്നു ഇവിടെ, ഒരു നാട്ടുമൂപ്പൻ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അയാളുടെ മകൾക്കുണ്ടായൊരു രോഗം പല വൈദ്യന്മാർക്കും, അന്ന് ഡോക്ടർമാരൊന്നും ഉണ്ടാവില്ല, വൈദ്യന്മാർക്കും പല ചികിത്സകളും ചെയ്തിട്ടും പതിറ്റാണ്ടുകളോളം നീണ്ടുന്നൊരു രോഗം. അത് ഷെയ്ഖ് അൽ കുഫിയുടെ ഒരു ചികിത്സ കൊണ്ട് മാറിയെന്ന്. അങ്ങനെ മാറിയപ്പോൾ എന്ത് സമ്മാനവും കൊടുക്കാൻ തയ്യാറായ സമയത്ത്
അതിൽ കോഫിയെല്ലാം നിശ്ചയിച്ചു. സമ്മാനത്തിന് വേണ്ടിയല്ല ഞാൻ ചോദിച്ചത്. എങ്കിലും എന്തെങ്കിലും ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സാധിക്കുമോ എന്നറിയില്ല, എങ്കിലും എനിക്ക് വേണ്ടത് ഒരു ആരാധനാലയമാണ് ക്യാമ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞ് ഞങ്ങൾക്കിവിടെ ഒരു ആരാധനാലയത്തിന് തരാൻ വേണ്ടി മാത്രം ഇവിടുത്തെ ഈ പള്ളി സ്ഥലമുള്ളത് അത് നിങ്ങൾക്ക് തരാൻ പറഞ്ഞു. പള്ളിയെ പഴമയുടെ പ്രൗഢിയോടെ സംരക്ഷിച്ചുവെങ്കിൽ പള്ളിയുടെ പശ്ചാത്തലത്തെ പുതുമയുടെ മോടിയോടെയും സംരക്ഷിക്കാൻ ഈ പ്രദേശം വളരെയേറെ ഉത്സാഹിച്ചിട്ടുണ്ട്, പരിശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് പിറകിൽ മനോഹരമായ ഒരു പള്ളിക്കുളം തന്നെ കാണാം. ഇതിനും ഈ പള്ളിയുടെ അത്ര തന്നെ പാരമ്പര്യവും പൈതൃകവും പേറുന്ന തരത്തിലുള്ള വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇന്നും ഇത് വളരെ വൃത്തിയായി മനോഹരമായി ഇവിടെ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പള്ളിയും പള്ളി കമ്മിറ്റി ഭാരവാഹികളും. തീർച്ചയായിട്ടും നമ്മുടെ ഈ യാത്രയിൽ കണ്ട ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളിലൊന്ന് ഒരു പള്ളിയുടെ പശ്ചാത്തലത്തെ എങ്ങനെ സംരക്ഷിക്കാം, ആ പള്ളിയുടെ പഴമയുടെ പ്രൗഢിയെ എങ്ങനെ നിലനിർത്താം എന്നത് കണ്ടുപഠിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലാണ് പെരിങ്ങത്തൂരിലെ ഈ പള്ളി എന്നതിൽ രണ്ടഭിപ്രായമില്ല.